بسم الله الرحمن الرحيم. قل للمخلفين من الأعراب ستدعون إلى قوم أولي بأس شديد تقاتلونهم أو يسلمون فإن تطيعوا يؤتكم الله أجرا حسنا وإن تتولوا كما توليتم من قبل يعذبكم عذابا أليما ليس على الأعمى حرج ولا على الأعرج حرج ولا على المريض حرج ومن يطع الله ورسوله يدخله جنات تجري من تحتها الأنهار ومن يتول يعذبه عذابا أليما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1793 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 48-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫത്ഹിലെ 16, 17 എന്നീ 2 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ലിൽ മുഖല്ലഫീന മിനൽ അഅറാബ് സതുദഊന ഇലാ ഖൗമിൻ ഉലി ബഅസിൻ ശദീദ് തുഖാതിലൂനഹും ഔ യുസ്ലിമൂൻ فإن تطيعوا يؤتكم الله أجرا حسنا وإن تتولوا كما توليتم من قبل يعذبكم عذابا أليما ليس على الأعمى حرج ولا على الأعرج حرج ولا على المريض حرج ومن يطع الله ورسوله يدخله جنات تجري من تحتها الأنهار ومن يتولى يعذبه عذابا أليما صدق الله العلي العظيم. സൂറത്തുൽ ഫത്ഹിലെ 16, 17 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഹുദൈബിയ സന്ധിയും അതിനു മുമ്പ് ബയ്യത്ത് റിദ്വാനും ഒക്കെ നടക്കുകയുണ്ടായ ഹിജ്റ 6-ാം വർഷത്തിലെ ദുൽഖഅദ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ മക്കയിലേക്കുള്ള ഉംറ യാത്ര. ആ യാത്രയിൽ പങ്കെടുക്കാൻ, കൂടെ പോകാൻ വിസമ്മതം കാണിച്ച് മാറി നിന്ന ചില ഗോത്രങ്ങൾ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലായിട്ട്, പരിസര പ്രദേശങ്ങളിലായിട്ട് ഉണ്ടായിരുന്നു. അവരുടെ പല ഭൗതിക താല്പര്യങ്ങളും മുൻനിർത്തിക്കൊണ്ടാണ് ആ യാത്രക്ക് കൂടെ പോവാതിരുന്നത്. തങ്ങളുടെ കുടുംബങ്ങളും സമ്പത്തും ഒക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല ഉത്തരവാദിത്തങ്ങളും തങ്ങളെ പോകുന്നതിൽ നിന്ന് തടഞ്ഞു എന്നാണ് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഒരു വിശദീകരണം എന്ന നിലക്ക് പറയുകയുണ്ടായത്. അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്ന യാഥാർത്ഥ്യമായിരുന്നില്ല, മനസ്സിലുണ്ടായിരുന്ന കാര്യമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് വെളിപ്പെടുത്തി പറയുകയുണ്ടായിട്ടുള്ളത്. മനസ്സിൽ പലതും ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് അവർ സംസാരിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനും അനുചരന്മാരും ഏറ്റവും അപകടകരമായ ഒരു യാത്ര ആണ് ആ ഘട്ടത്തിൽ നിർവഹിക്കാൻ മുതിരുന്നത്. ആ യാത്ര കഴിഞ്ഞ് സുരക്ഷിതരായി അവരൊരിക്കലും തന്നെ മദീനയിലേക്ക് തിരികെ അവരുടെ വീടുകളിലേക്ക് എത്തുകയില്ല എന്നായിരുന്നു
ഈ മുസല്ലഫുകൾ കരുതിയിരുന്നത്. അതുകൊണ്ട് അവരോടൊപ്പം പോയി അപകടത്തിൽ ചെന്ന് ചാടണ്ട എന്ന് കരുതിയാണ് അവർ യഥാർത്ഥത്തിൽ ആ സംഘത്തോടൊപ്പം ഉംറ യാത്രക്ക് പുറപ്പെടാതിരുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. എന്നാൽ അവര് അള്ളാഹുവിന്റെ പ്രവാചകനോട് വന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സമ്പത്തും കൃഷിയും സ്വത്തും മുതലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെയുള്ള പല ഉത്തരവാദിത്തങ്ങളിലും അകപ്പെട്ടു പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള നിലക്കാണ്. അങ്ങനെ പോകാൻ പറ്റാതിരുന്നതില് എന്തെങ്കിലും മനോവിഷമമൊന്നും ഉള്ള ആളുകളായിരുന്നില്ല അവർ. അങ്ങനെ മനോവിഷമം പ്രകടിപ്പിക്കുകയും ആയിരുന്നില്ല അവർ ചെയ്യുന്നത്. പോകാതിരുന്നത് നന്നായി. അത് ഒരു സുരക്ഷിതത്വം നൽകി, വലിയ അപകടങ്ങളിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കി നിർത്തി എന്നൊക്കെയുള്ള കണക്കുകൂട്ടലിലാണ് അവര് സംസാരിച്ചിരുന്നത് തന്നെ. അപ്പൊ ഈ ആളുകള് പിന്നീട് ചെറിയ ചെറിയ ചില ഓപ്പറേഷൻസ് നടത്തിക്കൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് ധാരാളം യുദ്ധമുതലുകള് കരഗതമാക്കാൻ കഴിയുന്ന ചില സംഭവങ്ങൾ ഉണ്ടായപ്പോ അത്തരം യാത്രകളിൽ കൂടെ കൂടാൻ ഞങ്ങളെയും കൂടി കൂടെ കൂട്ടണം, ഞങ്ങളെ മാറ്റി നിർത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുകയായിരുന്നു. അപ്പോ അവരെ അതിലെ കൂടെ കൂട്ടാൻ സാധിക്കുകയില്ല, അത് അള്ളാഹു നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞതാണ് എന്നാണ് അവരോട് നമ്മൾ പിന്നിട്ട ആയത്തുകളിലായിട്ട് അള്ളാഹു പറയുകയുണ്ടായത്. ഈ സൈനിക നീക്കത്തിൽ പ്രത്യേകിച്ച് യുദ്ധമുതലുകൾ ധാരാളമായി പിടിച്ചെടുക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പുറപ്പെട്ട ഖൈബർ പോലെയുള്ള മേഖലകളിലേക്ക് നടത്തിയ പടനീക്കങ്ങൾ, അതില് ഭാഗവാക്കുകളാകാൻ അള്ളാഹു നിങ്ങളെ അനുവദിക്കരുതെന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അവരോട് പറയുകയുണ്ടായത്. അള്ളാഹു നേരത്തെ തന്നെ അക്കാര്യത്തില് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് സൂചിപ്പിക്കപ്പെട്ടത്. ഖാലല്ലാഹു മിൻ ഖബൽ എന്നാണ് അവിടെ പറയുന്നത്. നേരത്തെ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഫസയഖൂലൂന, അപ്പോഴവര് പ്രതികരണമായിട്ട് പറഞ്ഞത് ബൽ തഹ്സുദൂനന, നിങ്ങൾക്ക് ഞങ്ങളോട് അസൂയയാണ് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ബൽ കാനൂ ലാ യഫ്ഖഹൂന ഇല്ലാ ഖലീല, വളരെ പരിമിതമായിട്ടല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുകേടിനെ, യാഥാർത്ഥ്യബോധത്തോടു കൂടി കാര്യങ്ങളെ വിലയിരുത്താനുള്ള കഴിവില്ലായികയെ പരാമർശിച്ചുകൊണ്ടാണ് അവരെ കുറിച്ച് അള്ളാഹു ഇവിടെ പറയുകയുണ്ടായത്. അതിനെ തുടർന്ന് ഈ മുഖല്ലഫുകളോടൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി അള്ളാഹു തന്റെ ദൂതനെ ചുമതലപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്ന് വായിച്ചു വെച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ള സുപ്രധാനമായ കാര്യം അതാണ്. ആയത്തുകൾ നോക്കാം. ഖുൽ, പ്രവാചകരെ പറയുക, ലിൽ മുഖല്ലഫീൻ, ഈ മാറി നിന്ന ആളുകൾ ഉണ്ടല്ലോ, വിട്ടുനിന്ന ആളുകൾ, പിൻവാങ്ങി നിന്ന ആളുകൾ, അവരോടായിട്ട് പറയുക. മുഖല്ലഫ് എന്നൊരു സാങ്കേതിക പദമായിട്ട് തന്നെ നമുക്ക് ഈ സൂറത്തില് ഒന്നിലേറെ തവണ പരാമർശിക്കപ്പെട്ടത് നമ്മൾ കണ്ടു. അത് നമുക്ക് ഒരു സെർച്ച് ചെയ്യാവുന്ന ഒരു വേർഡാണ്. ഈ എൻസൈക്ലോപീഡിയ അതുപോലെ ഉള്ള സോഴ്സസിൽ വിശദാംശങ്ങൾ തേടാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പദം, ആ വിധത്തിലൊരു സാങ്കേതിക പദത്തിന്റെ സ്വഭാവം കൈവരിച്ചിട്ടുള്ള ഒരു പദമാണ്. അപ്പോ മുഖല്ലഫുകളോടായിട്ട് പറയണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുമതലപ്പെടുത്തുകയാണ്. ഏത് മുഖല്ലഫുകളാണ്? ലിൽ മുഖല്ലഫീന മിനൽ അഅറാബ്, ഈ ബദവി അറബികളിൽപ്പെട്ട, ബദവികളുടെ കൂട്ടത്തിൽപ്പെട്ട ബദുക്കളായ മദീനക്ക് ചുറ്റുപാടുമുള്ള ആ ഉംറ യാത്രക്ക് പോകുന്നതിൽ നിന്ന് പിന്തി നിന്ന ആളുകളോടായിട്ട് പറയണം. സതുദഊന ഇലാ ഖൗമിൻ ഉലി ബഅസിൻ ശദീദ്, വൈകാതെ തന്നെ അതിശക്തന്മാരായ ചില ആളുകളെ നേരിടാൻ വേണ്ടി
നിങ്ങളെ ക്ഷണിക്കപ്പെടും. ഇതാണ് പറയാൻ വേണ്ടി പറയുന്നത്. ഇപ്പോ ചെറിയ ചെറിയ ഓപ്പറേഷൻസ് എളുപ്പത്തില് സമ്പത്ത് കരഗതമാക്കാൻ പറ്റുന്ന ചില സംഗതികൾ കൈവന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിങ്ങളെ കൂട്ടണ്ടെന്നാണ് അള്ളാഹുവിന്റെ നിർദ്ദേശം. അള്ളാഹു അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ബൈഅത്ത് റിദ്വാനിലും ഹുദൈബിയയിലും ഒക്കെ പങ്കെടുത്ത വലിയ ത്യാഗത്തിന് സന്നദ്ധരായ വിശ്വാസികൾക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിലെ നേട്ടങ്ങളൊക്കെ അവർക്ക് കിട്ടട്ടെ എന്ന വിധത്തിൽ അള്ളാഹു വെച്ചിരിക്കുകയാണ് ആ സൈനിക നീക്കങ്ങൾ. അതിൽ നിങ്ങൾ കൂടണ്ട. പക്ഷെ നിങ്ങൾക്കായിട്ട് വേറെ ഒന്നാണ് അള്ളാഹു സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെ വൈകാതെ തന്നെ കേമന്മാരായ ശക്തന്മാരായ ഒരു കൂട്ടരെ നേരിടാൻ വേണ്ടി വിളിക്കും. അങ്ങനെ വിളിക്കപ്പെടുമ്പോ തുഖാത്തിലൂനഹും, നിങ്ങൾ അവരോട് പോരാടേണ്ടി വരും. ഔ യുസ്ലിമൂൻ, അതല്ലെങ്കിൽ നിങ്ങളുടെ കരുത്തും ശക്തിയും ആളും ആരവവും ഒക്കെ കണ്ടിട്ട് അവര് കീഴ്പ്പെടേണ്ടി വരും. ഇതാണ് സാധ്യത. അപ്പോ ഈ എളുപ്പമുള്ള സംഗതിക്ക് വേണ്ടി നിങ്ങളെ വിളിക്കരുത്. മറിച്ച് കേമന്മാരായ കരുത്തന്മാരായ നല്ല ശക്തന്മാരായ ഒരു കൂട്ടരെ നേരിടാൻ വേണ്ടി നിങ്ങളെ വൈകാതെ തന്നെ വിളിക്കും എന്ന് അവരോട് പറയാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുന്നത്. മുഖല്ലഫുകളോടായിട്ട് ഇങ്ങനെ പറയുക പ്രവാചകരെ. അറാബികളിൽപ്പെട്ട മുഖല്ലഫുകൾ ഉണ്ടല്ലോ, ഈ മരുഭൂവാസികളായ ഈ ബദവി അറബികളിൽപ്പെട്ട, നേരത്തെ ഉംറ യാത്രക്ക് കൂടെ പോകാൻ കൂട്ടാക്കാതിരുന്ന ആ ആളുകളോടായിട്ട് പറയുക, സതുദഊന, വൈകാതെ തന്നെ നിങ്ങളെ വിളിക്കപ്പെടും. നിങ്ങൾ ഒരു യാത്ര പുറപ്പെടാൻ വേണ്ടി നിങ്ങളെ വിളിക്കും. എന്തിനാണ്? ഇലാ ഖൗമിൻ ഉലി ബഅസിൻ ശദീദ്, വലിയ കരുത്തും ശക്തിയും ഒക്കെയുള്ള ഒരു സമൂഹത്തെ നേരിടാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിക്കപ്പെടുക. തുഖാത്തിലൂനഹും, അപ്പോ നിങ്ങൾ ശരിക്കും അവരോട് തടി അറിഞ്ഞ് പോരാടേണ്ടി വരും. തുഖാത്തിലൂനഹും, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യേണ്ടി വരും. നിങ്ങൾ അവരുമായി നേരിട്ട് പോരാട്ടത്തിൽ ഏർപ്പെടേണ്ടി വരും. ഔ യുസ്ലിമൂൻ, അതല്ലെങ്കിൽ നിങ്ങൾ അവര് കീഴ്പ്പെടേണ്ടതായിട്ട് വരും. രണ്ടിലൊന്ന് സംഭവിക്കേണ്ടതുണ്ട്. ഒന്നുകിൽ നിങ്ങൾ അവരുമായി പോരാടേണ്ടി വരും. അത് നല്ല പൊരിഞ്ഞ പോരാട്ടം തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു പോരാട്ടത്തിന് നിങ്ങൾ വിളിക്കപ്പെടും. നിങ്ങളുടെ ഈമാൻ തെളിയിക്കേണ്ടതുണ്ടല്ലോ. നിങ്ങൾ അള്ളാഹുവിന് സമർപ്പിക്കാൻ സന്നദ്ധരാണോ അല്ലേ എന്ന കാര്യം തെളിയിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ. അപ്പൊ അങ്ങനെ ഒരു പ്രക്രിയയിലൂടെ നിങ്ങൾ കടന്നു പോകാൻ വേണ്ടി നിങ്ങളെ കരുത്തന്മാരായ ഒരു സമൂഹത്തെ, ശക്തന്മാരായ ഒരു സമൂഹത്തെ നേരിടാൻ വേണ്ടി, അവരുമായി പോരാടാൻ വേണ്ടി നിങ്ങളെ വിളിക്കും. അപ്പോ തുഖാത്തിലൂനഹും, നിങ്ങൾ അവരോട് പോരാടേണ്ടി വരും. അങ്ങനെ സംഭവിച്ചാൽ. ഔ യുസ്ലിമൂൻ, അതല്ലെങ്കിൽ അവര് ഏതൊരു സമൂഹത്തിനെതിരെയാണോ നിങ്ങളെ പറഞ്ഞയക്കുന്നത്, അവര് ആ സമൂഹം, ശത്രു സമൂഹം കീഴ്പ്പെടാൻ സന്നദ്ധരാവേണ്ടി വരും. ഇത് രണ്ടു നിലക്ക് മനസ്സിലാക്കാവുന്നതാണ്. യുസ്ലിമൂൻ എന്ന് പറഞ്ഞാൽ അവര് മുസ്ലിങ്ങളാകാൻ സന്നദ്ധരാകേണ്ടി വരും, അതാണ് ഒരു അർത്ഥം. മറ്റൊന്ന്, അവര് കീഴ്പ്പെടാൻ സന്നദ്ധരാകേണ്ടി വരും. ഒന്ന്, സൈനിക നടപടിക്ക് മുന്നില് അവര് തോൽവി സമ്മതിച്ച് ആ പോരാളികളുടെ മുന്നിൽ കീഴ്പ്പെടലാണ്. മറ്റൊന്ന്, അള്ളാഹുവിന് മുന്നില് സമർപ്പിക്കലാണ്. ഇത് രണ്ടും വ്യത്യസ്തമായ സംഗതികളാണ്. സൈനികമായി യുദ്ധത്തില് നേരിടാൻ കഴിയാതെ പരാജയം സമ്മതിച്ച്, തോൽവി സമ്മതിച്ച് കീഴ്പ്പെടുക എന്ന് പറയുന്നത്, അതിൻ്റെതായ ചില നിബന്ധനകളൊക്കെ, യുദ്ധ നിയമങ്ങളൊക്കെ പഴയ കാലത്തും ഉണ്ട്, ഇസ്ലാമിലും ഉണ്ട്, നമ്മുടെ ആധുനിക കാലഘട്ടത്തിലും ഉണ്ട്. കീഴ്പ്പെടുമ്പോൾ ഇസ്ലാം അവരെ ദിമ്മികളായ ഒരു സമൂഹമായിട്ട് അംഗീകരിക്കുകയാണ് ചെയ്യുക. ഇസ്ലാമിക സമൂഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഭൂപ്രദേശത്തെ പ്രജകളായിട്ട് അവരെ അംഗീകരിക്കും, ഇസ്ലാം അല്ലാത്ത, മുസ്ലിങ്ങളല്ലാത്ത പ്രജകളായിട്ട്. അപ്പൊ അവർക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ പെട്ടതാണ് ഈ ജിസിയ പോലെയുള്ള നികുതിയൊക്കെ ഉള്ളത്.
അത് അവര് സക്കാത്തോ സദഖയോ ഒന്നും നൽകാൻ അവര് ബാധ്യത ഉണ്ടാവില്ലല്ലോ, ഇസ്ലാം അല്ലാത്തത് കൊണ്ട്. പക്ഷെ രാജ്യത്തിന്റെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നികുതി അവര് നൽകേണ്ടി വരും. അതാണ് അവരുടെ മേലുണ്ടാവുന്ന ഉത്തരവാദിത്വം. പിന്നെ പൗരന്മാരെന്നുള്ള നിലക്കുള്ള സ്വാഭാവികമായ നിയമങ്ങൾ പാലിക്കുക പോലെയുള്ളതൊക്കെ അവർക്കും ഉണ്ടാകും. കൂടാതെ ഒരു നികുതി ഉണ്ടാകും. വിശ്വാസികള് സക്കാത്തും സദഖയും ഒക്കെ ഓരോരുത്തരുടെയും കഴിവനുസരിച്ചും സമൂഹത്തിലെ ആവശ്യങ്ങൾ അനുസരിച്ചും ഒക്കെ ഭരണകൂടത്തെ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ടാകും. അത് മറ്റൊരു തലമാണ്. എന്തായാലും നിങ്ങൾ ഒരു കരുത്തന്മാരായ സമൂഹവുമായിട്ട് പോരാട്ടത്തിൽ ഏർപ്പെടാൻ വിളിക്കപ്പെടും. അങ്ങനെ വിളിക്കപ്പെടുമ്പോൾ നിങ്ങൾ പോയി അവരുമായി നല്ല തടി എറിഞ്ഞ് യുദ്ധം ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ ഈ ശത്രു സമൂഹം കീഴ്പ്പെടാൻ സന്നദ്ധരാവണം. അങ്ങനെ കീഴ്പ്പെടാൻ സന്നദ്ധരാകുമ്പോൾ അത് ഒന്നുകിൽ രാഷ്ട്രീയമായ കീഴ്പ്പെടലാകും. ഈ പോരാട്ടത്തിലെ ഏറ്റുമുട്ടലില് പരാജയം സംബന്ധിച്ചുകൊണ്ട് അവരെ കീഴ്പ്പെടുത്താൻ വന്ന ആ മുസ്ലിം സമൂഹത്തിന്റെ മുന്നിൽ രാഷ്ട്രീയമായി സൈനികമായി കീഴ്പ്പെടുക എന്നതാണ്. അത് ഒരു സാധ്യതയാണ്. മറ്റൊന്ന്, അവര് ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗമാവാൻ, മുസ്ലിങ്ങളാവാൻ സന്നദ്ധരാവേണ്ടി വരും. മുസ്ലിങ്ങളായി ആവാൻ സന്നദ്ധരായി കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടതില്ല, യുദ്ധം ഉണ്ടാവില്ല. അവര് ഇസ്ലാമിക സമൂഹത്തിന്റെ ഭാഗം എന്നുള്ള നിലക്കുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടി വരും എന്നതാണ്. പക്ഷെ അതിന് ഇസ്ലാം ആവാൻ അവിടെ ആരെയും നിർബന്ധിക്കുന്ന വിഷയമല്ല. എന്നാൽ ഈ ആളുകളുമായുള്ള യുദ്ധം അനിവാര്യമായ സ്ഥിതിക്ക് യുദ്ധം നടക്കേണ്ടി വരുമ്പോ അവര് ഒന്നുകിൽ രാഷ്ട്രീയമായിട്ട് കീഴ്പ്പെടുന്നത് വരെ നിങ്ങൾ പോരാടേണ്ടി വരും. അതല്ല, അവർ മുസ്ലിങ്ങളാകാൻ സന്നദ്ധരായി രംഗത്ത് വരികയാണെങ്കിൽ അതുവരെ നിങ്ങൾ അവരുമായിട്ട് പോരാട്ടത്തിൽ ഏർപ്പെടേണ്ടി വരും. അപ്പൊ അങ്ങനെ മല്ലന്മാരായ, കരുത്തന്മാരായ, ശക്തന്മാരായ ഒരു ജനതയെ നേരിടാൻ വേണ്ടി നിങ്ങളെ വൈകാതെ തന്നെ വിളിക്കും. അങ്ങനെ വിളിക്കുമ്പോ ഫൈൻ തുതിയോ, നിങ്ങൾ അനുസരണ ഉള്ളവരായി നിലകൊള്ളുന്നുവെങ്കിൽ, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും വിശേഷിച്ച് ഈ യുദ്ധ സന്ദർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുസരിക്കാൻ നിങ്ങൾ സന്നദ്ധരാകുന്നുവെങ്കിൽ യുഅ്തികുമുല്ലാഹു അജ്റൻ ഹസന, തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലം നൽകും. അപ്പോ ശത്രുക്കളുമായി പോരാടാൻ വേണ്ടി നിങ്ങളെ വൈകാതെ തന്നെ അള്ളാഹു വിളിക്കും. ആ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് നിങ്ങൾ അനുസരണയോടുകൂടി അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും വിധേയത്വം കാണിച്ചുകൊണ്ട് നിങ്ങൾ ആ നിർദ്ദേശം പാലിക്കാൻ സന്നദ്ധരാകുന്നുവെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യം, വെൽ ആൻഡ് ഗുഡ്. അങ്ങനെ ആകുമ്പോ യുഅ്തികുമുല്ലാഹു അജ്റൻ ഹസന, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലം അള്ളാഹു നൽകുന്നതാണ്. എന്നാൽ വൈൻ തതവല്ലൗ, നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണ്, കമാ തവല്ലൈതും മിൻ ഖബൽ, നേരത്തെ നിങ്ങൾ പിന്തിരിഞ്ഞു പോയി കളഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ, യുദ്ധത്തിന് വേണ്ടി പോരാടാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടപ്പോ നേരത്തെ നിങ്ങൾ പല കാരണങ്ങളും ഉണ്ടാക്കി പിന്മാറിക്കളയുകയായിരുന്നു, കൂടാതെ പിന്തിരിഞ്ഞു പോയി കളയുകയായിരുന്നു. അതേപോലെ പിന്മാറാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വൈൻ തതവല്ലൗ കമാ തവല്ലൈതും മിൻ ഖബൽ, നേരത്തെ നിങ്ങൾ പിൻവാങ്ങിക്കളഞ്ഞ പോലെ ഇപ്പോ ഈ കരുത്തന്മാരോട് പോരാടാൻ വേണ്ടി വിളിക്കപ്പെട്ടപ്പോ നിങ്ങൾ പിൻവാങ്ങുകയാണെങ്കിൽ യുഅ്ദിബുകും അദാബൻ അലീം, തീർച്ചയായിട്ടും അവൻ നിങ്ങളെ വളരെ കടുത്ത വേദന നൽകിക്കൊണ്ടുള്ള ശിക്ഷ അടിച്ചേൽപ്പിക്കും, നിങ്ങളെ ശിക്ഷിക്കും. യുഅ്ദിബുകും, അവൻ നിങ്ങളെ ശിക്ഷയ്ക്ക് വിധേയരാക്കും. അദാബൻ അലീമ, വേദനാജനകമായ ശിക്ഷ, കടുത്ത വേദന നൽകുന്ന ശിക്ഷ അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ നേരത്തെ കാഴ്ചവെച്ചതുപോലെയുള്ള പിൻവാങ്ങിക്കളയലാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങളെ വേദനയുള്ള ശിക്ഷ അനുഭവിപ്പിക്കും.
നിങ്ങൾ അനുസരിക്കാനും പിന്തുണക്കാനും ഒക്കെ സന്നദ്ധരാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. അത് ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും ഒക്കെ ആ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അപ്പോ യുദ്ധം ചെയ്യാൻ, ജിഹാദിന് പുറപ്പെടാൻ, പോരാട്ടത്തിന് സന്നദ്ധരായി ഇറങ്ങാൻ നിർദ്ദേശിക്കപ്പെടുമ്പോ അത് ചെയ്യാതിരിക്കുന്നത് ഇസ്ലാമില് വല്ലാത്തൊരു ബാധകമാണ്, വലിയൊരു തെറ്റാണ്. ഇസ്ലാമിക സമൂഹത്തിലെ അംഗത്വം തന്നെ നഷ്ടമാകുന്ന വിധത്തിൽ സങ്കീർണത ഉടലെടുക്കുന്ന ഒരു വിഷയമാണ് ജിഹാദിന് വിളംബരമുണ്ടായിട്ട് അതിൽ പങ്കെടുക്കാതിരിക്കുക എന്ന് പറയുന്നത്. യോഗ്യരായ എല്ലാവരും തന്നെ ജിഹാദിൽ പങ്കെടുക്കണം എന്നതാണ് നിർദ്ദേശമായിട്ട് ഇസ്ലാമിക സമൂഹത്തിന്റെ നായകൻ നൽകുന്നതെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും അതിൽ പങ്കാളികളാവേണ്ടതുണ്ട്. യുദ്ധത്തില്, ജിഹാദിന്റെ ആ പ്രയത്നത്തില് സാധിക്കുന്ന എന്തൊക്കെ റോളുകളിലാണോ ഓരോരുത്തരും പ്ലേ ചെയ്യേണ്ടത് എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ആ വിധത്തില് അതിൽ പങ്കാളികളാകേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് കുറ്റകരമാണ്. അവര് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. യുദ്ധത്തിൽ പങ്കാളികളാവാതിരിക്കുന്നത്, ജിഹാദിൽ പങ്കെടുക്കാതിരിക്കുന്നത് അള്ളാഹു വേദനാജനകമായ ശിക്ഷ നൽകാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പലരും പോരാട്ടം എന്നത് എന്തോ നെറികെട്ടവർക്കോ മോശക്കാർക്കോ ഒക്കെ ഉള്ള ഒരു സംഗതിയാണ് എന്നൊക്കെ ധരിച്ചു വെച്ചതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പോരാടുക എന്നത് നന്മയ്ക്ക് വേണ്ടിയാണ്, സത്യത്തിനു വേണ്ടിയാണ് എങ്കിൽ അത് ഏറ്റവും ഉദാത്തമായ, ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ്. അതിൽ പങ്കാളികളാവാതിരിക്കുന്നത് ഉത്തരവാദിത്ത ലംഘനമാണ്, ഉത്തരവാദിത്വം നിർവഹിക്കാൻ കൂട്ടാക്കാതിരിക്കലാണ്. അത് ദ സിൻ ഓഫ് ഒമിഷൻ എന്ന കാറ്റഗറിയിലാണ് പരിഗണിക്കപ്പെടുക. നമ്മൾ നിർവഹിക്കേണ്ട ഒരു കാര്യം നിർവഹിക്കാതിരിക്കുന്നത് ഒരു മഹാപാതകമായിട്ട് കാണുന്ന വിഷയങ്ങളുടെ കൂട്ടത്തിലാണ് അത് വരിക. രണ്ടു തരം തിന്മകളാണുള്ളത്. ഒന്ന് കമ്മീഷനാണ്, നമ്മൾ ചെയ്യുന്ന നിർവഹിക്കൽ തെറ്റാകുന്നതാണ്. മറ്റേത് ഒമിഷനാണ്, നമ്മൾ നിർവഹിക്കാതിരിക്കല് ഒരു വലിയ തെറ്റാവുന്നതാണ് ഒമിഷൻ എന്ന് പറയുന്നത്, സിൻ ഓഫ് ഒമിഷൻ. ഇവിടെ ഇങ്ങനെ യുദ്ധത്തിന് ആഹ്വാനുണ്ടാവുകയും അതിനുവേണ്ടി ഒരുങ്ങി പുറപ്പെടാൻ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ട് അതില് പങ്കാളികളാവാതെ പിന്തി മാറി നിൽക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് കടുത്ത ശിക്ഷ വിളിച്ചു വരുത്തുന്ന ഒരു സംഗതിയാണ്. അത് കുറ്റകരമായ ഒരു നിലപാടാണ്, ശിക്ഷാർഹമാണ്. ഐഹിക ലോകത്ത് അതിന് വിചാരണ തീർച്ചയായിട്ടും ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് നേരിടേണ്ടി വരും. അതുപോലെ തന്നെ അതിനേക്കാളേറെ പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ വിചാരണക്കും വിധേയമാകേണ്ടി വരും. ഇതാണ് അത് സംബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഏതോ തെരുവില് അടികൂടുന്ന, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന അക്രമകാരികളായ ആളുകളുടെ ഒരു ഏർപ്പാടാണ് നന്മക്ക് വേണ്ടിയുള്ള, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന ഒരു തെറ്റിദ്ധാരണ പലരും കൊണ്ട് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല ഇസ്തിരിയിട്ട, ചുളിവ് വീഴാത്ത വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വൈറ്റ് കോളർ ലൈഫ് ലീഡ് ചെയ്യലാണ് നന്മ, അതാണ് പുണ്യം എന്ന ഒരു ധാരണയും അത്തരം ആളുകൾ കൊണ്ടു നടക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. പോരാടേണ്ട ഘട്ടങ്ങളിൽ പോരാടുക എന്നത് തന്നെയാണ് ഇസ്ലാം നൽകുന്ന നിർദ്ദേശം. ദേഹം അനങ്ങേണ്ടി വരും, ശരീരം ഇളകേണ്ടി വരും, വേർപ്പൊഴുക്കേണ്ടി വരും, പലപ്പോഴും രക്തമൊഴുക്കുക തന്നെ വേണ്ടിവരും, ജീവൻ അപകടപ്പെടാനും സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള പോരാട്ടങ്ങളിൽ ഏർപ്പെടാനാണ് സന്ദർഭം ആവശ്യപ്പെടുന്നതെങ്കിൽ, ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വം നിർദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് വേറെ ചോയ്സ് ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ്. മറ്റൊരു സംഗതി,
പകരമാക്കിക്കൊണ്ട് ഞാൻ മാറി നിൽക്കാം എന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല അത്. എല്ലാവർക്കും ബാധ്യതയുള്ള ഉത്തരവാദിത്വമുള്ള ഒരു കാര്യമാണ്. എന്നാൽ ചില ആളുകൾ അതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് തുടർന്നുള്ള ആയത്ത് വ്യക്തമാക്കുന്നത്. ലൈസ അലൽ അഅ്മ ഹറജുൻ, അന്ധന് കുറ്റകരമല്ല. വല അലൽ അഅ്റജി ഹറജുൻ, വികലാംഗന് അല്ലെങ്കിൽ മുടന്തന് കുറ്റകരമല്ല. വല അലൽ മരീളി ഹറജുൻ, രോഗബാധിതന് കുറ്റകരമല്ല. യുദ്ധത്തിൽ നിന്ന്, ഈ പോരാട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അന്ധത, അതുപോലെ മുടന്ത്, ശാരീരികമായ അംഗവൈകല്യങ്ങള്, അതുപോലെ രോഗം, ഈ വക കാരണങ്ങളുള്ള ആളുകൾക്ക് അതിന്റെ പേരിൽ, യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതിന്റെ പേരിൽ ആക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വരില്ല. അവരുടെ മേൽ ഈ കാര്യത്തില് ഖിതാലിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് അവരുടെ മേൽ കുറ്റാരോപണം ഉണ്ടാവുകയില്ല. വമൻ യുതിഇല്ലാഹ വറസൂലഹു, ഒരുവൻ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നുവെങ്കിൽ, ഇവിടെ വ്യക്തമായിട്ടും ഈ യുദ്ധത്തിനു വേണ്ടിയുള്ള നിർദ്ദേശം വരുമ്പോഴുള്ള അനുസരണയാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അത് പൊതുവായൊരു പ്രസ്താവനയാണെങ്കിലും ഈ സന്ദർഭത്തില് അത് യുദ്ധം ചെയ്യാനുള്ള, അള്ളാഹുവിന്റെ മാർഗത്തില് പോരാടാനുള്ള, ജിഹാദ് ചെയ്യാനുള്ള ആഹ്വാനമാണ്. ആ സംഗതി അനുസരിക്കാൻ ആരെങ്കിലും കൂട്ടാക്കുന്നുവെങ്കിൽ, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നുവെങ്കിൽ, യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അങ്ങനെ ഒരുവനെ തീർച്ചയായിട്ടും അള്ളാഹു താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ഉദ്യാനങ്ങളിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. അവനുള്ള പ്രതിഫലമായി സ്വർഗമാണ് നൽകപ്പെടുക. അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും കൽപ്പന അനുസരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവൻ സ്വർഗമാണ് നൽകുക. വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ. എന്നാൽ വമൻ യതവല്ല, ആരെങ്കിലും പിന്തിരിഞ്ഞു കളയുന്നുവെങ്കിൽ, അതിൽ പങ്കെടുക്കാൻ കൂട്ടാക്കാതെ, അനുസരിക്കാൻ സന്നദ്ധനല്ലാതെ മാറി നിൽക്കുന്നുവെങ്കിൽ, യുഅദിബുഹു അദാബൻ അലീമ, വേദനാജനകമായ ശിക്ഷ അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹു അവന് വലിയ ശിക്ഷയാണ് നൽകുക, കഠിന വേദനയുള്ള ശിക്ഷ നൽകുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ യുദ്ധത്തിനുള്ള ആഹ്വാനം ഉണ്ടായാൽ സൗകര്യപ്പെടുന്നവര്, ഇഷ്ടമുള്ളവരൊക്കെ പോയാൽ മതി എന്നല്ല അതിന്റെ നിലപാട്. എല്ലാവർക്കും ഉള്ളതാണ് നിർദ്ദേശം. അതിൽ നിന്ന് ചിലര് മാറ്റി നിർത്തപ്പെടുന്നു. അത് രണ്ട് കാരണങ്ങളാലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്ന്, ശാരീരികമായ വൈകല്യങ്ങളുള്ള ആളുകൾ. ഇവിടെ പരാമർശിക്കപ്പെട്ട പോലെ അന്ധന് യുദ്ധത്തിൽ പങ്കാളിയാവല് നിർബന്ധമല്ല. പക്ഷെ ഇസ്ലാമിക സമൂഹത്തില് പൂർണ്ണമായ അന്ധത ഉണ്ടായിരുന്നിട്ട് പോലും യുദ്ധനായകനായിട്ട് യുദ്ധം നയിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ സൗഭാഗ്യം തനിക്ക് നഷ്ടപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിച്ചു വാങ്ങിയ അവസരങ്ങൾ ചോദിച്ചു വാങ്ങിയിട്ട് യുദ്ധത്തിൽ പങ്കാളിയായ വ്യക്തികൾ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു അതുപോലെ ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു യുദ്ധത്തിൽ അദ്ദേഹം പടത്തലവനായിട്ട് തന്നെ നിയോഗിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്. അപ്പോ അന്ധതയുള്ള ആളുകൾക്ക് യുദ്ധത്തിൽ പങ്കാളികളാകല് നിർബന്ധമില്ല, അവരുടെ മേൽ ആക്ഷേപമില്ല, അത് കുറ്റകരമല്ല അവർക്ക്. അതേപോലെ തന്നെ അഴറജായ ആൾക്ക്, ശാരീരിക വൈകല്യങ്ങളുള്ള, മുടന്ത് പോലെയുള്ള കൈകാലുകൾക്കുള്ള ശാരീരിക വൈകല്യം ഉള്ള ആളുകൾക്ക് യുദ്ധത്തിൽ പങ്കെടുക്കൽ നിർബന്ധമല്ല. അതുപോലെ
രോഗിയായ ആളുകൾക്കും നിർബന്ധമില്ല. വിശുദ്ധ ഖുർആനിൽ നൽകപ്പെടുന്ന ഈ 3 ആളുകളുടെ കാര്യത്തിലുള്ള എക്സംഷൻ, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ വേറെ നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ മൈനറായ ഒരാൾക്ക്, പ്രായപൂർത്തിയായിട്ടില്ലാത്ത കുട്ടികൾക്ക് യുദ്ധത്തിൽ പങ്കെടുക്കൽ നിർബന്ധമല്ല, അല്ലെങ്കിൽ അവരെ അതിൽ പെടുത്താൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. നിർബന്ധം പിടിച്ച് ആ പ്രായപൂർത്തി എത്തുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു പയ്യന് അവസരം കൊടുത്തത് നമുക്ക് ചരിത്രത്തിൽ കാണാം. അവൻ നിർബന്ധം പിടിച്ചുകൊണ്ട് അതിൽ പങ്കാളിയായ ഒരു സംഭവമാണ്. പക്ഷെ അവൻ മൈനർ എന്ന് പറഞ്ഞുകൂടാ. ബുദ്ധിപരമായി, ചിന്താപരമായി, ശാരീരികമായി ഒക്കെ ഒരു മുതിർന്ന ഒരാളുടെ ഒരു തലത്തിലെത്തിയ ഒരാൾ തന്നെയാണ്. അപ്പോ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ, ഇപ്പൊ ഈ മൈനേഴ്സിന് അത് നിർബന്ധമില്ല. അതുപോലെ സ്ത്രീകൾക്ക്, വൃദ്ധന്മാർക്ക് യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളാവാനുള്ള യാതൊരു ബൈൻഡിങ് ആയ നിർദ്ദേശവും ഇല്ല. അതുപോലെ വേറെ ചില ചുമതലകളിൽ അകപ്പെട്ട ആളുകൾക്കും, ഇപ്പോ പ്രായം ചെന്ന മാതാപിതാക്കള്, സംരക്ഷണം നൽകേണ്ടവരും പരിചരണം കിട്ടേണ്ടവരും ഒക്കെ ആയിട്ടുള്ളവര്, അങ്ങനെയുള്ളവരുണ്ടാകുമ്പോൾ അവരെ തനിച്ചാക്കിക്കൊണ്ട് പോരാട്ടത്തിന് പോകുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവര് മാതാപിതാക്കളുടെ പരിചരണത്തിനായിട്ടാണ് നിലകൊള്ളേണ്ടത്. അതുപോലെ വ്യക്തിപരമായ എന്തെങ്കിലും കാരണത്താൽ അവര് യുദ്ധത്തിന് പോകുന്നതിന് സമ്മതിക്കാതെ ആണ് മാതാപിതാക്കൾ ഉള്ളതെങ്കിൽ അത്തരം ആളുകൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ ഉൾത്തുണ്ട്. അതേസമയത്ത് വിശ്വാസികളല്ലാത്ത മാതാപിതാക്കള് മകൻ അല്ലെങ്കിൽ മകൻ യുദ്ധത്തിൽ പങ്കെടുക്കരുത് എന്ന അവരുടെ നിർബന്ധ ബുദ്ധി കാരണമായിട്ട്, അത് ഒരു ആദർശപരമായ നിലപാട് കൂടിയായിരിക്കും. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അതനുസരിക്കാനും പാടില്ല. അത് ഇസ്ലാമിക ആദർശത്തിന് കരുത്തു പകരും തന്റെ മകൻ യുദ്ധത്തിൽ പങ്കെടുത്താൽ എന്ന കണക്കൂട്ടലില് പങ്കെടുക്കുന്നതിനെ തടയുന്ന അവിശ്വാസികളായ മാതാപിതാക്കളുള്ള ഒരു മുസ്ലിം, അക്കാര്യത്തില് ആ മാതാപിതാക്കളെ അനുസരിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. അപ്പൊ ഇങ്ങനെ ചിലർ, അതുപോലെ ചില സുപ്രധാനമായ ചുമതലകൾ ഏൽപ്പിക്കപ്പെട്ട ആളുകൾ ആ ചുമതലകൾ നിർവഹിക്കുകയാണ് വേണ്ടത്. യുദ്ധത്തിൽ പോയി പങ്കാളിയാവുകയല്ല ആവശ്യമായിട്ടുള്ളത്. അതേസമയത്ത് പൊതുവായിട്ട് യുദ്ധത്തിന് ആഹ്വാനം ഉണ്ടാവുകയും അതേസമയം നിർവഹിക്കപ്പെടേണ്ടതായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടാതിരിക്കുകയും ചെയ്തിട്ടുള്ള അവസ്ഥയാണ്. വേറെ പങ്കെടുക്കാതിരിക്കാൻ ഇവിടെ പരാമർശിക്കപ്പെട്ട പോലെയുള്ള കാരണങ്ങളൊന്നുമില്ല എങ്കിൽ യുദ്ധത്തിൽ പങ്കെടുക്കൽ എല്ലാവർക്കും നിർബന്ധമായ സംഗതിയാണ്. അതിൽ നിന്ന് മാറി നിൽക്കുക എന്നത് ഓരോരുത്തരുടെയും ഈമാനെ തന്നെ ഇളക്കിക്കളയുന്നതും ഇസ്ലാമിലെ അവരുടെ സ്ഥാനം ഇല്ലാതാക്കി കളയുന്നതുമായ ഒരു സംഗതിയാണ്. അപ്പോ നല്ല കരുത്തുള്ള പോരാട്ടത്തിനുള്ള പരിശീലനം കിട്ടിയ ആളുകൾ മാത്രം, അല്ലെങ്കിൽ അങ്ങനെ കായിക ശേഷിയുടെ പേരിൽ അറിയപ്പെടുന്നവർ മാത്രമാണ് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടത് എന്നൊരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ നാട്ടിലെ കുഴപ്പക്കാരായ കുരുത്തം കെട്ടവരെന്ന് പറയുന്ന തരം ആളുകൾ ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഈ പോരാട്ടം എന്നൊക്കെയുള്ള ഒരു ധാരണ മാറ്റി നിർത്തേണ്ടതുണ്ട്. അത് ഇസ്ലാമിലെ ഒരു ഒരു കാര്യമല്ല. ഇസ്ലാമിക യുദ്ധങ്ങളിലൊക്കെ ഏറ്റവും മുന്നിലായി നിലയുറപ്പിച്ചിരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഒട്ടുമിക്ക യുദ്ധങ്ങളിലും അനുയായികളെ നയിച്ചുകൊണ്ട് പുറപ്പെടുന്നത് തന്നെ. അപ്പോ ഏറ്റവും സമുന്നതനായ പ്രവാചകന് പോലും അത് നിർബന്ധമാണെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ പിന്നെ അങ്ങനെ ഒരു
ഒരു മാനദണ്ഡം അപ്ലൈ ചെയ്യുന്നതിന് യാതൊരു ന്യായവുമില്ല. ചില ആളുകൾ ചില കാരണങ്ങളാൽ എക്സ്ക്യൂസ് ചെയ്യപ്പെടുന്നു എന്നത് മാത്രമേ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുള്ളൂ. അപ്പൊ മുഖല്ലഫുകളോടായിട്ട് പറയുന്നത്, നിങ്ങൾ വളരെ കരുത്തന്മാരായ ഒരു കൂട്ടരെ നേരിടാൻ വേണ്ടി അടുത്ത് തന്നെ നിങ്ങൾക്കൊരു വിളി വരും, നിങ്ങൾക്കൊരു ക്ഷണം ഉണ്ടാവും, നിങ്ങൾക്കൊരു നിർദ്ദേശം ലഭിക്കും. അങ്ങനെ അവസരം ഉണ്ടായിട്ട് നിങ്ങൾ പോരാടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ശത്രുക്കള് കീഴ്പ്പെടാൻ സന്നദ്ധരായി തോൽവി സമ്മതിക്കുന്നുവെങ്കിൽ, അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുക എന്നൊരു കാര്യം, അള്ളാഹുവിനെയും ദൂതനെയും അനുസരിച്ചു എന്ന കാര്യം തെളിയിക്കുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായിട്ടും അതിന്റെ പേരിൽ അള്ളാഹു വളരെ ഉത്തമമായ പ്രതിഫലം നിങ്ങൾക്ക് നൽകുന്നതാണ്. എന്നാൽ നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണ്, നേരത്തെ നിങ്ങൾ പിന്തിരിഞ്ഞല്ലോ അതേ വിധത്തില്, എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പേരിൽ കഠിന വേദനയുടെ ശിക്ഷ നിങ്ങൾ നേരിടേണ്ടി വരും. അതേപോലെ അന്ധനും മുടന്തനും രോഗിയുമൊക്കെയായ ആളുകൾക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ യാതൊരു ആക്ഷേപവുമില്ല അവർക്കെതിരിൽ. അത് കുറ്റകരമായ ഒരു കാര്യമല്ല. ഒരുവൻ അള്ളാഹുയെയും അവന്റെ ദൂതനെയും അനുസരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവനുള്ള പ്രതിഫലം താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ തന്നെയാണ്. ഒമയ്യത്തവല്ല, ആരെങ്കിലും പിന്തിരിഞ്ഞു കളയുന്നുവെങ്കിൽ യുഅദ്ദിബുഹു അദാബൻ അലീമ, തീർച്ചയായിട്ടും അള്ളാഹു അവനെ വേദനാജനകമായ ശിക്ഷ അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. ഇതാണ് അള്ളാഹു ഈ ആയത്തുകളിലായിട്ട് വ്യക്തമാക്കുന്നത്. ഇന്നത്തെ സെഷൻ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫത്ഹിലെ 16-17 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുണ്ടായിട്ടുള്ളത്. അതുപോലെ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് ഇളവുള്ള ആളുകളുടെ കൂട്ടത്തില് മറ്റൊരു വിഭാഗം കൂടിയുള്ളത് ശ്രദ്ധയിലുണ്ടായിരിക്കട്ടെ. യുദ്ധോപകരണങ്ങള്, യുദ്ധത്തിന് ആവശ്യമായ വാഹനം, ആയുധങ്ങളൊന്നും സ്വന്തമായി സംഘടിപ്പിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്കും യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള അനുമതിയുണ്ട്. അത് അള്ളാഹുവിന് അറിയാം ഓരോരുത്തരെയും വിലയിരുത്തേണ്ടത്. അവരുടെ സ്വകാര്യമായി അവര് മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും അള്ളാഹുവിന് അറിയാം. ആ ഒരു വിഭാഗം ആളുകൾക്കും യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് ആക്ഷേപം നേരിടേണ്ടതില്ല എന്നാണ് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.